പാർലമെന്റ് സമ്മേളനത്തിൽ ബി.ജെ.പിയുടെ മുഖം താഴ്ന്നു തന്നെ ഇരിക്കും. യോഗി ആദിത്യനാഥ് ഇതിനൊരു വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല അന്വേഷണ സമയത്ത്. ട്രസ്റ്റിന്റെ ഭാരവാഹികളുടെ പേര് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ അയോധ്യയിൽ സംഭവിക്കും. ഭാരതീയ ജനതാ പാർട്ടിയെയും RSSനെയും ഇനി ഒരു കാലഘട്ടത്തിലും പിടികൂടാതെ മുറുക്കാൻ വേണ്ടി പോകുന്ന ഒരു വിഷയമായി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നതിൽ ഒരു വിഷയം ശബരിമല ആയിരുന്നു. അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു വിഷയം കേന്ദ്ര സർക്കാരിനെ തുറിച്ചു നോക്കുകയാണ് അയോധ്യ. ഒരുപക്ഷെ BJPയുടെ ജീവനാഡിയാണ് അയോധ്യ. ആ അയോധ്യയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ത് യഥാർത്ഥത്തിൽ? ഇന്ത്യയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെയും RSSനെയും ഇനി ഒരു കാലഘട്ടത്തിലും പിടികൂടാതെ മുറുക്കാൻ വേണ്ടി പോകുന്ന ഒരു വിഷയമായി അയോധ്യ മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും UPAയുടെയും ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിൽ ഒരു സ്ഥിര സംവിധാനം പോലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ കരുത്തായി മാറിയത് അയോധ്യ വിഷയം തന്നെയാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അയോധ്യ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിൻ്റെ പരമപൂജ്യനായിട്ടുള്ള താന്ത്രിക വര്യനെ പോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പൂജാതി കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്തത്. ഒരുപക്ഷെ ഹൈന്ദവ വിശ്വാസപ്രകാരം നമ്മുടെ ആധ്യാത്മിക ചര്യയെ ആകെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ശൈലി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി BJPയും RSSും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും സ്വീകരിച്ചു എന്ന് വ്യാപകമായ പരാതിയും ആക്ഷേപവും ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോയി. അയോധ്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജ് പിൽഗ്രിം ടൂറിസം കേന്ദ്രമായി നിലനിൽക്കുന്നതും നമ്മൾ കണ്ടു. അവിടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വിശ്വാസത്തെ പരിപൂർണമായും ലംഘിച്ചുകൊണ്ട് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും താവളമായി ഒരു മഹാക്ഷേത്രത്തെ മാറ്റുന്നതിൽ ആരാണോ ഈ ക്ഷേത്രത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചത് അവർ തന്നെ മുന്നോട്ട് വരുന്ന ദുരന്ത സമ്പൂർണമായിട്ടുള്ള കാഴ്ചക്കാണ് നമ്മൾ അയോധ്യയിൽ സാക്ഷ്യം വഹിച്ചത്. നവമാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തയുടെ അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ 200 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച പണം മോഷ്ടിച്ചിരിക്കുന്നു. അവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതിന് ശേഷം പകരം ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവച്ചു. വെള്ളി ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സമർപ്പിച്ച ഈ എന്താണ് പറയുന്നത് പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. ഫോറിൻ കറൻസി കാണിക്കയായിട്ട് വന്നിരുന്നു, അതുപോലും കൊള്ളയടിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന മാർച്ചിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. യോഗി ആദിത്യനാഥ് മറ്റു മുഖ്യമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനായി ഒരു ദൈവിക വേഷത അല്ലെങ്കിൽ ഒരു സന്യാസി വര്യൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു. അദ്ദേഹം ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ അവിടെ നടന്ന ഇത്രയും വലിയൊരു കൊള്ള അത് തീർച്ചയായും ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? അത് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുടെ പേര് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രസ്റ്റിനകത്ത് കുറേ സ്ഥിരം സമിതി അംഗങ്ങളുണ്ട്, സ്ഥിരം ട്രസ്റ്റീസ്, പെർമനൻ്റ് ട്രസ്റ്റീസ്. അതെല്ലാം സ്വാമിമാരാണ്. ഇപ്പോൾ ജഗദ്ഗുരു ശങ്കരാചാര്യ പരമ്പരയിലെ സ്വാമിമാർ പോലും ആ ട്രസ്റ്റിനകത്തെ സ്ഥിരം മെമ്പർമാരാണ്. പക്ഷെ അതിനകത്ത് ഒരാളെ നമുക്ക് കാണാം, അനിൽ മിശ്ര. അദ്ദേഹത്തിനോടൊപ്പം സ്വാമിജിയില്ല, സ്വാമിയില്ല, അങ്ങനെയുള്ള ഒരു പദവിയുമില്ല. ചമ്പത്റായി. അതുപോലെ തന്നെ ചമ്പത്റായി എന്ന് പറയുന്നത് ഇതിൻ്റെ ജനറൽ കൺവീനറാണ്, ജനറൽ സെക്രട്ടറിയാണ്. ഇതിൻ്റെ ചെയർമാൻ വൈസ് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാൻ ആക്ഷേപങ്ങളില്ലാതെ മാറി നിൽക്കുന്നു. ഏത് ട്രസ്റ്റിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനമാണ്. അവിടെയാണ് ചമ്പത്റായി എന്ന് പറയുന്ന ആൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ സ്വാമി അല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രസ്റ്റിയാണ് അനിൽ മിശ്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്ന ആളുകളെ, അതായത് 8ഓളം ആളുകളെയാണ് അതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്ന മിശ്ര എന്ന് പറയുന്ന കുറേ പേരുകാരെയാണ്. അപ്പോൾ ഒരു 2-3 പിന്നെ യാദവ, അതുപോലെ തന്നെ 2-3 മിശ്രമാർ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോളുകളിൽ നിൽക്കുന്നവരുടെ ബന്ധുക്കളോ അടുത്ത അനുയായികളോ ആയിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന 8 പേർ. 2 പേർ രാജിവെച്ചിരിക്കുന്നു. അനിൽ മിശ്രയും അതുപോലെ തന്നെ ചമ്പത്റായിയും രാജിവെച്ചിരിക്കുന്നു.
അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനെ തുടർന്നാണ് രാജിവെച്ചത്. അല്ലാതെ ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് രാജിവെച്ചതല്ല. കുടുങ്ങും എന്നുറപ്പുള്ള ഒരു ഘട്ടത്തിലാണ് ഈ രണ്ടു രാജികളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട BJPയുമായി ആത്മബന്ധമുള്ള നേതാക്കളാണ്. ഇന്ത്യയുടെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഒരു ഷാഡോ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുമായി വലിയ ബന്ധമുള്ളവരാണ്. ഇവരുടെ കിച്ചൺ ക്യാബിനറ്റിലെ അംഗങ്ങളായി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് BJPക്കും RSSനും കൈകഴുകി പുറമേക്ക് പോകാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇനി ഈ വിഷയം ഇന്ത്യയാകെ വ്യാപരിക്കാൻ വേണ്ടി പോകുന്ന ഒരു വിഷയമാണ്. കാരണം അയോധ്യ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി BJP ഉപയോഗിച്ച വിഷയമാണ്. പക്ഷേ ഇന്ത്യയിലെ സനാതന ഹിന്ദുക്കളെ സംബന്ധിച്ച് മാത്രമല്ല, സാധാരണ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചും ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ അധ്യായവും ഏറ്റവും വലിയ അനുഷ്ഠാന മൂർത്തിയുമാണ്. ആ രാമനെയാണ് ഇപ്പോൾ വലിയ കച്ചവടത്തിന് വേണ്ടി BJP ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രാമൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏത് രാമനാണ്? ഹിന്ദു മിത്തോളജിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു ആചാര വിശ്വാസക്രമങ്ങളിലോ പറയുന്ന രാമനെ അല്ല BJPക്ക് ആവശ്യം. അവർക്ക് രാഷ്ട്രീയത്തിനും കച്ചവടത്തിനും ഉപയോഗിക്കുന്ന ഒരു രാമനെയാണ് ആവശ്യം എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം, അവിടെ ഒരു ഗാന്ധിയുടെ രാമൻ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അടുത്ത ദിവസം പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. അതുപോലെ UP തെരഞ്ഞെടുപ്പൊക്കെ അടുത്തെത്തി നിൽക്കുന്നു. നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടാനുള്ള ഏറ്റവും വലിയ ആയുധം ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ വിശിഷ്യ കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. സത്യത്തിൽ KC വേണുഗോപാലൊക്കെ ഇതിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഇത് എത്രത്തോളം പാർലമെൻറ്റിൽ ഒരു ചലനമുണ്ടാക്കാൻ സാധിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? മുഖം താഴ്ത്തിയല്ലാതെ നരേന്ദ്രമോദിക്കും ടീമിനും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഈ ചർച്ചയിൽ വലിയ തോതിലുള്ള അക്രമ സ്വഭാവം കാണിക്കാനുള്ള ഒരു ടെൻഡൻസി BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യാനും BJPയെ പ്രതിരോധത്തിലാഴ്ത്താനും ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു വരാനും കൊണ്ടുവരാനും കഴിയുന്ന ഒരു മഹത്തായ പാർലമെൻ്ററി യുദ്ധത്തിൻ്റെ പോർക്കളത്തിലേക്കായിരിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് പോകാൻ വേണ്ടി സാധിക്കുക. ശ്രീ KC വേണുഗോപാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹമാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ വിഷയം എടുത്തടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള പെർഫോമൻസ് ഈ ദിവസങ്ങളിൽ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അതുകൂടാതെ ഈ രാമൻ എന്ന് പറയുന്നത് BJPയുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് അവർ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതിന് മുൻപൊരു രാമൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ രാമൻ എന്ന് പറയുന്നത് ഗാന്ധിയുടെ രാമനാണ്. ഇന്ത്യയുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ, എല്ലാ വിഷയങ്ങളെയും രമിപ്പിക്കാൻ കഴിയുന്ന രാമൻ എന്ന് പറയുന്നത് ഗാന്ധിയുടെ രാമനാണ്. ഗാന്ധി നാഥൂറാം വിനായക ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തൻ വെടിവെച്ച് ഗാന്ധിജിയെ താഴെ ഇടുമ്പോൾ ഗാന്ധിയുടെ ജിഹ്വയിൽ നിന്ന് പുറമേക്ക് വന്ന മന്ത്രം എന്ന് പറയുന്നത് രാമരാമ മന്ത്രമാണ്. ആ രാമൻ എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സന്ദേശവാഹകനാണ്. ആ സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ശ്രീരാമചന്ദ്രനെ ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികൾക്കും ഇന്ത്യയിലെ ജനതയ്ക്കും തിരിച്ചു കൊടുക്കാനുള്ളൊരു ദൗത്യം കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇത് രാഷ്ട്രീയപരമായി തന്നെ ഈ വിഷയം കോൺഗ്രസ് കൈകാര്യം ചെയ്യണം. അതല്ലാതെ രാമനെ വീണ്ടും BJP താവളത്തിൽ നിർത്തി അതിനുശേഷം അതിനെതിരെ യുദ്ധം ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഇന്ന് BJPയുടെ കയ്യിലുള്ള രാമൻ, BJP ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രാമൻ രാഷ്ട്രീയ രാമനാണ്. അതല്ല ഇന്ത്യക്ക് ആവശ്യം. ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യയുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ തത്വചിന്ത എന്ന് പറയുന്നത് സത്യവും സത്യാഗ്രഹവും അഹിംസയുമാണ്. ആ അഹിംസയെയും സത്യത്തെയും അതുപോലെ തന്നെ ശാന്തിയെയും എല്ലാ കാലത്തും ധർമ്മനിഷ്ഠയോടുകൂടി ഉയർത്തിക്കാണിച്ച ശ്രീരാമചന്ദ്രൻ, അത് ഗാന്ധിയുടെ രാമനാണ്. ആ ഗാന്ധിയുടെ രാമനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഐതിഹാസികമായ പോരാട്ടത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിശക്തമായി നേതൃത്വം നൽകേണ്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്താണ് പാർലമെൻറ്റ് സമ്മേളിക്കുന്നത്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ BJPയുടെ മുഖം താഴ്ന്നു തന്നെ ഇരിക്കും എന്നുള്ളത് ഉറപ്പാണ്.
ശരിക്കും യോഗി ആദിത്യനാഥ് ഇതിനൊരു വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല അന്വേഷണ സമയത്തൊന്നും. പക്ഷേ ഇപ്പോൾ SIT രൂപീകരിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അത് നേരെ മുദ്രവെച്ച കവറിൽ കോടതിക്ക് കൊടുത്തു. കോടതിക്ക് കൊടുത്തതിന് ശേഷം കോടതി തീരുമാനിക്കുന്നു ഇതിൽ CBI അന്വേഷണം വേണമോ അല്ലെങ്കിൽ ED അന്വേഷണം വേണ്ടി വരുമോ എന്നൊക്കെ. അപ്പോൾ അത് ഇതേ പാർലമെൻറ്റ് സമ്മേളനത്തിന് ഇടയ്ക്ക് വന്നാൽ അത് വലിയൊരു തിരിച്ചടിയാകില്ല. അത് രണ്ടും വരാൻ സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് സംസ്ഥാന സർക്കാരാണ്. ആ സർക്കാർ എന്ന് പറയുന്നത് BJPയുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. അവർ സീല് വെച്ച് അടച്ച ഒരു കവറിൽ കോടതിയുടെ മുമ്പിലേക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടുകളായിരിക്കില്ല. എല്ലാവർക്കും ആവശ്യത്തിനുള്ള പഴുതുകളും ദ്വാരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, അയോധ്യ ഈ കൊള്ളക്കേസിൽ, ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും ഒരു CBIയുടെയും അന്വേഷണം വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു ആധ്യാത്മിക രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതുബോധത്തെ ഉണർത്തുക എന്ന് പറയുന്ന സ്ഥലത്തു മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. അങ്ങനെ ഒരു പൊതുബോധം ഉണരുകയും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന, ഇന്ത്യയിൽ 80% വരുന്ന ഹൈന്ദവ ജനവിശ്വാസികൾക്കിടയിലേക്ക് BJPയുടെ ഈ കറുത്ത രാഷ്ട്രീയ അജണ്ടയെ കൊണ്ടുവരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സാധിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും കോടതി തിരിയും, അന്വേഷണ ഏജൻസികൾ തിരിയും, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തിരിയും. ശബരിമലയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ അയോധ്യയിൽ സംഭവിക്കും. പക്ഷേ അവിടത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ബാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർലമെൻറ്റിനകത്ത് സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമായി ഇതിനെ ചുരുക്കി വയ്ക്കുന്നതിന് പകരം ഭാരത് ജോഡോ യാത്ര എങ്ങനെയാണോ ഐതിഹാസികമായി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനഹൃദയങ്ങളെ തിളച്ച് മറിപ്പിച്ചുകൊണ്ട് നടത്തിയത്, അതേ അർത്ഥത്തിൽ തന്നെ മറ്റൊരു അയോധ്യ സംരക്ഷണ മഹായജ്ഞത്തിന് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും തുടക്കം കുറിക്കണം. അങ്ങനെ തുടക്കം കുറിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ അജണ്ട അല്ല, അത് ഒരൊറ്റ അജണ്ട മാത്രമാണ്. അത് റിലീജിയസ് അജണ്ടയാണ്, അത് സ്പിരിച്വൽ അജണ്ടയാണ്. അതിനെ കീറി മുറിച്ച് ഇന്ത്യയിലെ പൂർവ്വകാല രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരാൻ KC വേണുഗോപാലിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെല്ലാം സാധിക്കും.